നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന തീരുമാനമെടുത്തതോടെ റവന്യൂ, ഭക്ഷ്യ പൊതുവിതരണം, കൃഷി, ക്ഷീരവികസനം തുടങ്ങിയ വകുപ്പുകൾ ഏറ്റെടുക്കാനുള്ള നീക്കം അതീവ രഹസ്യമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തുടങ്ങിയതായി വിവരം. കൊച്ചിയിൽ നെൽ സംഭരണവുമായി ബന്ധപ്പെട്ട് നടന്ന യോഗത്തിൽ CPI മന്ത്രിമാരായ GR അനിലിനെയും P പ്രസാദിനെയും മുഖ്യമന്ത്രി വിരട്ടിയതും മന്ത്രി അനിലിന്റെ വകുപ്പിലെ യോഗം മുഖ്യമന്ത്രി സ്വയം തീരുമാനിച്ചതും ഇതിന്റെ തുടക്കമായി കാണാം. VD സതീഷിനേക്കാൾ മുഖ്യമന്ത്രിക്ക് വിരോധം ഇപ്പോൾ ബിനോയ് വിശ്വത്തോടാണ്. തന്നെ CPI കൊച്ചാക്കിയതായി മുഖ്യമന്ത്രി വിശ്വസിക്കുന്നു. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി പരിഹരിക്കാനുള്ള യോഗത്തിൽ പിണറായി ക്ഷുഭിതനായത് പെട്ടെന്നാണ്. യോഗത്തിലേക്ക് മില്ലുടമകളെ ക്ഷണിക്കാതിരുന്നതാണ് മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചത്. ഇന്നലെ രാവിലെ എറണാകുളം ഗസ്റ്റ് ഹൌസിൽ CPI മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുത്ത യോഗം തുടങ്ങി അതിവേഗം അവസാനിക്കുകയും ചെയ്തു. ഇക്കാര്യം ചർച്ച ചെയ്യാൻ നാളെ രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി ഓഫീസിൽ വീണ്ടും യോഗം ചേരാൻ തീരുമാനമായി. മില്ലുടമകളുടെ പ്രതിനിധികളെയും യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് മില്ലുടമകളെ ക്ഷണിച്ചത്. ധനമന്ത്രി KN ബാലഗോപാൽ, ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി GR അനിൽ, വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി, കൃഷി മന്ത്രി P പ്രസാദ് എന്നിവരാണ് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പങ്കെടുത്തത്. കൃഷി, ഭക്ഷ്യ, ധനവകുപ്പ് ഡയറക്ടർമാർ, സപ്ലൈകോ MD, പാഡി മാനേജർ എന്നിവരാണ് ഉദ്യോഗസ്ഥരെ പ്രതിനിധീകരിച്ച് ഉണ്ടായിരുന്നത്. യോഗം തുടങ്ങിയപ്പോൾ തന്നെ മില്ലുടമകളെ യോഗത്തിന് ക്ഷണിച്ചില്ലേ എന്ന് മുഖ്യമന്ത്രി മന്ത്രി അനിലിനോട് ചോദിച്ചു. ഇല്ലെന്നും മന്ത്രിതലത്തിൽ തീരുമാനമെടുത്ത ശേഷം അക്കാര്യം മില്ലുടമകളെ അറിയിക്കാമെന്നും മന്ത്രി GR അനിൽ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. താനും ധനമന്ത്രി ബാലഗോപാലും നേരത്തെ മില്ലുടമകളുമായി ചർച്ച നടത്തിയ കാര്യവും അദ്ദേഹം അറിയിച്ചു. എന്നാൽ ഇക്കാര്യത്തിൽ മില്ലുടമകളുമായി കൂടിയാലോചന ഇല്ലാതെ എങ്ങനെയാണ് പ്രശ്നപരിഹാരം ഉണ്ടാവുക എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. അവരില്ലാതെ എങ്ങനെയാണ് ചർച്ച പൂർണ്ണമാവുകയെന്നും അവരുടെ ഭാഗം കൂടി അറിഞ്ഞിട്ട് വേണ്ടേ പരിഹാരം കാണാനെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. മില്ലുടമകളെ കൂടി വിളിച്ച് യോഗം ചേരാമെന്ന് വ്യക്തമാക്കി യോഗം അവസാനിപ്പിക്കുകയായിരുന്നു. പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മില്ലുടമ പ്രതിനിധികളെ വിളിച്ച് ഇന്ന് തിരുവനന്തപുരത്ത് യോഗം നടത്തുന്ന കാര്യം അറിയിക്കുകയും അവരെ ക്ഷണിക്കുകയുമായിരുന്നു. തങ്ങൾ പങ്കെടുക്കുമെന്ന് മില്ലുടമ അസോസിയേഷൻ പ്രതിനിധികൾ അറിയിച്ചു. കൊച്ചിയിൽ നടന്ന സംഭവത്തെ നിസ്സാരമായി തള്ളരുത്. മുഖ്യമന്ത്രിയെ അറിയുന്നവർക്കെല്ലാം അദ്ദേഹത്തിന്റെ പെരുമാറ്റ ശൈലി മനസ്സിലാകും. മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം അത് പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും. അതിൽ ആർക്കെങ്കിലും അനിഷ്ടം തോന്നുമോ എന്നൊന്നും മുഖ്യമന്ത്രി നോക്കാറില്ല. CPI സർക്കാരുമായി കൊമ്പുകോർത്തു എന്ന വാർത്തകൾ പിണറായിയെ അസഹ്യനാക്കിയത് വെറുതെയല്ല. ചൊവ്വാഴ്ചത്തെ പത്രങ്ങൾ CPIക്ക് നൽകിയ ഗ്ലാമർ മുഖ്യമന്ത്രിയെ വല്ലാതെ അസ്വസ്ഥനാക്കിയിട്ടുണ്ട്. CPI സർക്കാരിനെയും പാർട്ടിയെയും പിന്നിൽ നിന്നും കുത്തിയതായി CPM സൈബർ ഇടങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. CPM സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലില്ലാതെ ഇത്തരം പ്രചാരണങ്ങൾ സാധ്യമല്ല. CPMഉം CPIയും തമ്മിലുള്ള ഊഷ്മള ബന്ധം പൂർണ്ണമായി ഇല്ലാതായി കഴിഞ്ഞു. കൊച്ചിയിലെ യോഗത്തിൽ പങ്കെടുത്ത മന്ത്രി KN ബാലഗോപാലിനും കൃഷ്ണൻകുട്ടിക്കും ശകാരം കേൾക്കാത്തതും പ്രത്യേകം ശ്രദ്ധിക്കണം. യോഗത്തിന് എത്തിയപ്പോൾ തന്നെ മന്ത്രി അനിലിനും മന്ത്രി പ്രസാദിനും നേരെ മുഖ്യമന്ത്രിക്ക് അനിഷ്ടമുണ്ടായിരുന്നു. നാളെ മന്ത്രി രാജനെയും ചിഞ്ചുറാണിയെയും കണ്ടാലും ഇതുതന്നെയായിരിക്കും സ്ഥിതി. മന്ത്രി അനിലിനോടും മുഖ്യമന്ത്രിക്ക് ഇത്രയധികം കലിപ്പ് തോന്നാൻ ഒരു കാരണമുണ്ട്. മന്ത്രിസ്ഥാനം തനിക്ക് ഒന്നുമല്ലെന്നും പാർട്ടിയാണ് വലുതെന്നും ആദ്യം പ്രതികരിച്ചയാളാണ് അനിൽ. തിരുവനന്തപുരത്ത് 2 MLA-മാരായ ശിവൻകുട്ടിയും അനിലും തമ്മിലുള്ള ആശയ പ്രശ്നങ്ങളാകാം കാരണം. മന്ത്രി അനിലിന്റെ വകുപ്പിലാണ് മുഖ്യമന്ത്രി ഇന്നലെ കലിപ്പുണ്ടാക്കിയത്. മുഖ്യമന്ത്രി കൂടി ഇടപെട്ട ശേഷമാണ് അനിലിനെ മന്ത്രിയാക്കിയത്. CPI മന്ത്രിമാർ വിട്ടുനിന്നാലും സാരമില്ലെന്ന മട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ളത്. മുഖ്യമന്ത്രിക്കും ഇതേ ചിന്ത തന്നെയാണുള്ളത്. അതിന്റെ കർട്ടൻ റേസറാണ് ഭക്ഷ്യ വകുപ്പിലെ മുഖ്യന്റെ കടന്നുകയറ്റം. വരും ദിവസങ്ങളിലും CPIയുടെ എല്ലാ വകുപ്പുകളും ഇത്തരത്തിൽ പിണറായി പിടിച്ചെടുക്കും. PM ശ്രീ വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന CPI ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല. CPI അവൈലബിൾ സെക്രട്ടേറിയറ്റിലാണ് നിർണായക തീരുമാനമെടുത്തത്. പ്രശ്നപരിഹാരത്തിനായി CPM ജനറൽ സെക്രട്ടറി MA ബേബി ഇടപെട്ടെങ്കിലും ഫലം കണ്ടില്ല. ബിനോയ് വിശ്വവുമായി ബേബി ഫോണിൽ സംസാരിച്ചു. എന്നാൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാടിൽ CPI ഉറച്ചുനിന്നു. പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്മാറാതെ ഒരു ഒത്തുതീർപ്പിനും വഴങ്ങേണ്ടെന്നാണ് CPIയുടെ തീരുമാനം. പാർട്ടി പറഞ്ഞാൽ എന്തും അനുസരിക്കുമെന്ന് മന്ത്രിമാരായ GR അനിലും P പ്രസാദും പ്രതികരിച്ചു. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതോടെ സർക്കാർ നേരിടാൻ പോകുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ്. മുഖ്യമന്ത്രി നേരിട്ട് നടത്തിയ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞത് പദ്ധതി നടത്തിപ്പിനെ മന്ത്രിസഭ ഉപസമിതിയെ വെക്കാമെന്നും LDF-ൽ ആലോചിച്ച ശേഷം തുടർ നടപടിയിലേക്ക് കടക്കാമെന്നുള്ള 2 നിർദ്ദേശമായിരുന്നു.
എന്നാൽ ഒപ്പിട്ട കാര്യം മന്ത്രിസഭാ യോഗത്തിൽ പറയാതെ കബളിപ്പിച്ചതുപോലെ വീണ്ടും പറ്റിക്കാനുള്ള നീക്കമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ സന്ദേശമെന്നാണ് CPIയുടെ സംശയം. 2 ആഴ്ച കഴിയുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും. പിന്നീട് മന്ത്രിസഭ ഉപസമിതി തീരുമാനിച്ചാലും കരാറിൽ നിന്ന് പിന്മാറാനാകാതെ വരും. അങ്ങനെ CPI വീണ്ടും കബളിപ്പിക്കപ്പെടുമെന്ന് കരുതുന്ന CPI പദ്ധതിയിൽ പിന്മാറുകയില്ലാതെ മറ്റൊരു പരിഹാരവുമില്ലെന്ന് ഉറപ്പിക്കുന്നു. കായൽ കയ്യേറ്റത്തിൽ പ്രതിക്കൂട്ടിലായ തോമസ് ചാണ്ടിക്കെതിരെ പ്രതിഷേധിച്ച് 2017 നവംബർ 15 നടന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മാറി നിന്നത് മാത്രമാണ് പിണറായി കാലത്തെ ഏക പ്രതിഷേധം. അന്ന് തന്നെ തോമസ് ചാണ്ടി രാജിവെച്ചതോടെ പ്രശ്നം പരിഹരിക്കുകയും CPIക്ക് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാനും സാധിച്ചു. എന്നാൽ മാറി നിൽക്കുകയും സർക്കാർ PM-ശ്രീയുമായി മുന്നോട്ട് പോവുകയും ചെയ്താൽ CPI പിന്നീട് എങ്ങനെ മന്ത്രിസഭയിൽ കയറും? സർക്കാർ എങ്ങനെ നിലനിൽക്കും? ഇത്തരം ഗുരുതര പ്രതിസന്ധിയിലാണ് ഇടതുമുന്നണിയും സർക്കാരും നീങ്ങുന്നത്. പിണറായിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇത്തരം ഒരു സംഭവം നടാടെയാണ്. തനിക്ക് ഇത്തരം രീതികളൊന്നും വശമില്ലെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാനത്തെയും കോടിയേരിയും പോലുള്ള നേതാക്കളെ മുഖ്യമന്ത്രി മിസ് ചെയ്യുന്നു. CPIയിൽ ഇന്ന് തലമുതിർന്ന ഒരു നേതാവില്ല. ബിനോയ്ക്കാകട്ടെ അമ്പിനും വില്ലിനും അടുക്കില്ല. മുഖ്യമന്ത്രിയെ കാണുമ്പോൾ അദ്ദേഹത്തിന് തല കുനിയില്ല. MA ബേബിയോട് പോലും ബിനോയ് സംസാരിച്ച ഭാഷ രൂക്ഷമായിരുന്നു. MV ഗോവിന്ദനാകട്ടെ ഇതിലൊന്നും ഇടപെടാതെ സുരക്ഷിത അകലം പാലിക്കുന്നു. തന്റെ സർക്കാർ അട്ടിമറിക്കാൻ CPI ശ്രമിക്കുമെന്ന തോന്നൽ മുഖ്യമന്ത്രിക്കുണ്ട്. അതുകൊണ്ടാണ് CPI മന്ത്രിമാരുടെ വകുപ്പുകളിൽ കയറി കളിക്കാൻ പിണറായി തീരുമാനിച്ചത്. ക്ഷേമ പദ്ധതികൾ പരമാവധി പ്രഖ്യാപിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ തീരുമാനവും അട്ടിമറിക്കാൻ സാധ്യതയുണ്ടത്രേ. അതിനാൽ ഇനി എല്ലാ കാര്യങ്ങളിലും മുഖ്യമന്ത്രിയുടെ ഒരു കണ്ണുണ്ടാവും. CPM ജനറൽ സെക്രട്ടറി MA ബേബി ഇടപെട്ടിട്ടും വഴങ്ങാതിരിക്കുകയാണ് CPI. ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് 4 CPI മന്ത്രിമാരും വിട്ടുനിൽക്കും. പ്രശ്നപരിഹാരത്തിനായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി MA ബേബി ഫോണിൽ സംസാരിച്ചു. എന്നാൽ പാർട്ടി നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ബിനോയ് വിശ്വം ബേബിയെ അറിയിച്ചു. ഇന്നലെ ചേർന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റിലാണ് മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കാനുള്ള തീരുമാനമുണ്ടായതെന്നാണ് സൂചന. സെക്രട്ടേറിയറ്റിന് ശേഷം പുറത്തിറങ്ങിയ ബിനോയ് വിശ്വം ഇത് സംബന്ധിച്ച ചോദ്യത്തിന് ലാൽ സലാം എന്ന് മാത്രമാണ് പ്രതികരിച്ചത്. മുഖ്യമന്ത്രി ഇടപെട്ടിട്ടും വഴങ്ങാൻ CPI തയ്യാറാകാതിരുന്നതിനാൽ CPMനുള്ളിൽ കടുത്ത അതൃപ്തിയിലാണുള്ളത്. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ MA ബേബി ബിനോയ് വിശ്വത്തെ ബന്ധപ്പെട്ടത്. PM-ശ്രീ കരാർ റദ്ദാക്കുക എന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്ന് ബിനോയ് വിശ്വം അറിയിച്ചു. ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിച്ച് വിഷയം പഠിക്കുക, പദ്ധതി നടപ്പാക്കൽ വൈകിപ്പിക്കുക തുടങ്ങി CPM മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ഫോർമുലയും അംഗീകരിക്കാൻ CPI തയ്യാറാകാത്ത സാഹചര്യത്തിൽ മുന്നണി ബന്ധം കൂടുതൽ ഉലയാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യുമെന്ന ചിന്തയാണ് CPM നേതൃത്വത്തിനുള്ളത്. MA ബേബി ഇപ്പോൾ വിഷയത്തിൽ സജീവമായി ഇടപെടുന്നുണ്ട്. തന്റെ ഇടപെടൽ ഗുണം ചെയ്താൽ തനിക്ക് നല്ലതാണെന്ന തോന്നലാണ് ബേബിക്കുള്ളത്. എന്നാൽ D രാജ അടക്കമുള്ള നേതാക്കൾ CPMന് വഴങ്ങുന്നില്ല. PM-ശ്രീ കരാറിൽ നിന്നും മാറാൻ സംസ്ഥാനത്തിന് കഴിയില്ല. അക്കാര്യം CPIക്കും അറിയാം. എന്നിട്ടും കടുംപിടുത്തം തുടരുന്നതിന്റെ അർത്ഥം CPMുമായുള്ള ബന്ധം തെറ്റട്ടെ എന്ന ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ടാണ്. കാലത്തിന്റെയും പിൻഗാമിയായി എത്തിയ ബിനോയ് വിശ്വം അന്ന് മുതൽ പിണറായി വിജയന്റെ സർക്കാരിനെ തഴുകുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് കാനം രാജേന്ദ്രന്റെ തന്റെ അവസാന കാലത്ത് എടുത്ത സമീപനമാണ്. മുതിർന്ന നേതാക്കൾ ഇതിനെതിരെ അന്നും രംഗത്തെത്തിയിരുന്നു. K ഇസ്മായിലിനെ പോലുള്ളവരെ ഒതുക്കാനാണ് കാനം ശ്രമിച്ചത്. കാനം എങ്ങനെ ഭരിച്ചിരുന്നോ അതേ ഭരണം തന്നെയാണ് ബിനോയും സ്വീകരിച്ചത്. ഇതായിരുന്നു പ്രവർത്തകർക്കിടയിലെ അമർഷത്തിന് കാരണം. കാലത്തെ പോലെ ബിനോയ് വിശ്വത്തെ അഴിമതി കേസിൽ കുടുക്കാനൊന്നും CPMന് കഴിയില്ല. തെളിമയാർന്ന ജീവിതമാണ് ബിനോയുടേത്. മുമ്പ് ആക്രമിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ബിനോയ് അതിൽ നിന്ന് മാറി. തനിക്ക് പിണറായി തിരുത്താൻ കഴിയില്ലെന്ന് ബിനോയ് ഒരു പ്രമുഖ പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ബിനോയുടെ അഭിമുഖം പ്രവർത്തകരെ നിരാശരാക്കി. CPMനോട്, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനോട് ബിനോയ് കാണിക്കുന്ന മൃദു സമീപനം വാർത്തയായി. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുകയാണ് ഇന്നത്തെ ബിനോയ്. ബിനോയ് വിശ്വത്തെ കാലത്തിന്റെ പിൻഗാമിയാക്കണമെന്നത് പിണറായിയുടെ ആവശ്യമായിരുന്നു. എങ്കിൽ മാത്രമേ താൻ പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുകയുള്ളൂവെന്ന് പിണറായിക്ക് അറിയാമായിരുന്നു. ബിനോയ് ഒഴിച്ചുള്ള മറ്റ് ഘടകകക്ഷി നേതാക്കളെല്ലാം പിണറായിയുടെ കസ്റ്റഡിയിലാണ്. CPI പ്രവർത്തകർ അതിന്റെ നേതാക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇത്തരം നിസ്സംഗതയല്ല. പാർട്ടി സ്ഥാനാർത്ഥിയായി VS സുനിൽകുമാറിനെ തോൽപ്പിച്ചിട്ടും അജിത് കുമാറിനെതിരെ ബിനോയ് നിലപാട് കടുപ്പിച്ചില്ല. എന്നിട്ടും ബിനോയ് ഇപ്പോൾ മറ്റൊരാളായിരിക്കുന്നു. ഇതാണ് പിണറായിയുടെ അത്ഭുതം. അതിനാൽ CPI ഒഴിവാക്കാനാണ് പിണറായി ശ്രമിക്കുന്നത്. സ്വയം പുറത്തു പോയില്ലെങ്കിൽ പുകച്ചു ചാടിക്കുക. CPI പോയാലും ഒന്നുമില്ലെന്നാണ് പിണറായി പറയുന്നത്.